എങ്ങാണ്ടോ ബോട്ട് മുങ്ങി കുറേ രോഹിംഗ്യന്മാർ ചത്തേ. ഇന്ന് മനോരമ നിലവിളിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറയാമോ? ചത്തേ എന്നൊക്കെ പറയാമോ? ഒരു ബഹുമാനം. ശരി, മരിച്ചു. മനോരമയുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊലിഞ്ഞു 500 ജീവൻ. എവിടെയാണെന്നറിയത്തില്ല, എന്താണെന്നറിയത്തില്ല. എവിടുന്നോ കുറേ ആളുകൾ മ്യാൻമറിൽ നിന്ന് ബോട്ടെ കയറി ഒരു ദിവസം പോയി, പിന്നെ വേറെ ദിവസം പോയി, ജൂലൈ 8-ാം തീയതി ആണെന്ന് പറയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു കണ്ണീർ കഥ. റോഹിംഗ്യൻ ആളുകൾ മുങ്ങി മരിച്ചു. പ്രക്ഷുബ്ധമായ കടലിലൂടെ അവർ രക്ഷപ്പെടാൻ വേണ്ടി, മ്യാൻമറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കടൽ കടന്ന് തായ്ലൻഡിലോ മലേഷ്യയിലോ എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് പറഞ്ഞ് പോയതാണ്. അവർ മുങ്ങി മരിച്ചു എന്നാണ് മനോരമ പറയുന്നത്. എന്തോ മനോരമ സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ എന്ന് പറഞ്ഞില്ല. ഏതായാലും അത് വളരെ പ്രസിദ്ധമായ ഒരു പ്രയോഗമാണ്, നമ്മുടെ ടി.ജി. മോഹൻദാസ് ചേട്ടൻ്റെ പ്രയോഗമാണ്. അതൊഴികെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ടാണ് മനോരമ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഇന്നു മുതൽ ഇന്ത്യയിലെ ഇടതുപക്ഷ ഇസ്ലാമിക ഹാൻഡിലുകൾക്ക് കൂട്ടക്കരച്ചിലിൻ്റെ കാലമാണ്. മനോരമ ഇത് ചെയ്യുന്നത് ഇതാദ്യമല്ല കേട്ടോ. ഈ 2 ആഴ്ച മുമ്പ് മനോരമ പ്രസിദ്ധീകരിച്ചൊരു വാർത്ത ഞാൻ നിങ്ങളെ കാണിക്കാം. വാർത്തയല്ല, ഇൻഫോഗ്രാഫിക്സ് ആണ്. 1000 കണ്ണീർ ദിനങ്ങൾ, 1000 കണ്ണീർ ദിനങ്ങൾ, കണ്ണീരിങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന 1000 ദിനങ്ങൾ പൂർത്തിയായി. എവിടെയാണെന്നറിയാവോ? 2023 ഒക്ടോബർ 7 ആരംഭിച്ച ഗാസയിലെ യുദ്ധം 1000 ദിവസം പിന്നിടുന്നു. ശരിയാണ്, 2023 ഒക്ടോബർ 7 ആരംഭിച്ച ഗാസയിലെ യുദ്ധം 1000 ദിവസം പിന്നിടുന്നു. തീരാ ദുരിതവും തോരാ ദുഃഖവും മാത്രം ശേഷിപ്പിച്ച് ഗാസ മുനമ്പ് ഇന്നൊരു കണ്ണുനീർ തുള്ളി. വെടിനിർത്തൽ, മേൽനോട്ടം എന്നൊക്കെ പറഞ്ഞ് കുറേ കഥയുണ്ട്. എന്നിട്ട് ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 73,066. അതിൽ 21,500 പേർ കുട്ടികൾ ആണ്. ഗർഭിണികൾ എത്രയുണ്ടെന്ന് നോക്കട്ടെ. ഗർഭിണികളുടെ കണക്കില്ല കേട്ടോ. മരണം കവർന്ന കൈക്കുഞ്ഞുങ്ങൾ 1022. പിന്നെ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ പോയി മരിച്ചത് 9,500 പേര്. അങ്ങനെയൊക്കെ കണക്ക് പോകുന്നുണ്ട്. കണക്ക് പോയിട്ട് ഇത് ഹിരോഷിമയേക്കാളും വലിയ ഭീകരമായ ആക്രമണമാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ ഞാനിതിങ്ങനെ നിങ്ങൾ നോക്കുന്ന പോലെ ആ വാർത്ത ഇൻഫോഗ്രാഫ്സ് മൊത്തം അരിച്ചു പരിശോധിക്കുകയാണേ. അതിനകത്ത് ഈ ഒക്ടോബർ 7-ാം തീയതി ഇസ്രയേലിലേക്ക് ഈ ഹമാസുകാർ കയറി കൊന്ന ആളുകളുടെ കണക്കില്ല. അങ്ങോട്ട് കയറി അവിടെ സംഗീത പരിപാടിയിലും ആഘോഷങ്ങളിലും ഒക്കെ പങ്കെടുക്കുകയും തെരുവുകളിലൂടെ സഞ്ചരിക്കുകയും ചെയ്ത ആളുകളെ വെടിവെച്ചു കൊന്നു, സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു, കുഞ്ഞുങ്ങളുടെ മുടിക്കുത്തിന് പിടിച്ച് കഴുത്തറുത്തു കൊന്നു. എന്നിട്ട് കുറേ ആളുകളെ തട്ടിക്കൊണ്ടുപോയി ഭൂമിക്കടിയിലെ ബങ്കറുകൾ സൂക്ഷിച്ചു. അതേ തുടർന്നല്ലേ മനോരമയെ ഈ ഗാസയിലേക്കുള്ള ഇസ്രയേലിൻ്റെ ആക്രമണം ആരംഭിച്ചത്? 1000 ദിവസങ്ങളുടെ കണക്ക് പറയുമ്പോൾ നിങ്ങൾ ഒക്ടോബർ 7 മുതൽ എന്ന് പറഞ്ഞു. ഒക്ടോബർ 7 നടന്ന ഇസ്രയേലിൽ വീണ ചോരയുടെ കണക്കൂടെ പറയണ്ടേ? നിങ്ങളുടെ വായനക്കാരിൽ നല്ല ശതമാനം ഇസ്രയേൽ പക്ഷക്കാരായ ക്രിസ്ത്യാനികളും ഉണ്ടെന്നേ. അവരിപ്പോൾ എണ്ണത്തിൽ കുറവായിരിക്കും അല്ലേ? ഇപ്പോൾ നിങ്ങളുടെ വായനക്കാർ ആരാണ്? പിന്നെ നിങ്ങളുടെ മാനേജ്മെൻറ്റിലെ ആരോ ഒരാൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചെന്നും അതിനുശേഷം മനോരമയുടെ പോളിസിയിലൊക്കെ മാറ്റം വന്നു എന്നൊക്കെ ചില അപവാദം ചിലരൊക്കെ പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല. ഏതായാലും ഗാസയുടെ പേര് പറഞ്ഞ് 1000 കണ്ണീർ ദിനങ്ങളെക്കുറിച്ച് വിലപിച്ച മനോരമ ഇസ്രയേലിൽ വീണ 1500 പേരുടെ ചോര കണ്ടില്ല, അവരെ ഓർമ്മിപ്പിച്ചില്ല. അവരെക്കുറിച്ച് പറയാതെ അതിൻ്റെ പ്രത്യാഘാതത്തെക്കുറിച്ച് പറഞ്ഞ് നിലവിളിച്ച മനോരമ ഈ റോഹിംഗ്യൻസിനെ കുറിച്ച് നിലവിളിച്ചില്ലെങ്കിലേ അർത്ഥമുള്ളൂ, ആ അത്ഭുതമുള്ളൂ. കാരണം അങ്ങനെയാണ് മനോരമ എന്ന് പറയുന്ന പത്രം ഇന്ന് ആർക്കു വേണ്ടിയാണ് വർത്തമാനം പറയുന്നത് വളരെ വ്യക്തമാണ്. ഈ റോഹിംഗ്യൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഈ വാർത്ത ഇപ്പം ഉണ്ടായതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. അതിലേക്ക് ഞാൻ പറയാം. അതിനു മുമ്പ് എന്താണ് റോഹിംഗ്യൻസ് പ്രശ്നം എന്ന് നമുക്ക് നോക്കാം. മ്യാൻമർ എന്ന് പറയുന്ന പഴയ ബർമ്മയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള മേഖലയാണ് റഖൈൻ മേഖല. റഖൈൻ മേഖലയിലാണ് ഈ റോഹിംഗ്യൻ മുസ്ലിംസ് വലിയ തോതിൽ താമസിക്കുന്നത്. ഇവരെന്ത് ചെയ്യുന്നറിയോ? അവിടെ ഈ മ്യാൻമർ എന്ന് പറയുന്ന രാജ്യം ഒരു ബുദ്ധമത രാജ്യമാണ്. 90% ബുദ്ധമതക്കാരാണ്. അവരവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഈ റോഹിംഗ്യൻസ് ഒരു ആർമി ഉണ്ടാക്കി. അരക്കൻ റോഹിംഗ്യൻ സാൽവേഷൻ ആർമി. അരക്കൻ ആർമിയല്ല, അരക്കൻ റോഹിംഗ്യൻ സാൽവേഷൻ ആർമി എന്ന് പറഞ്ഞ് ഒരാർമി ഉണ്ടാക്കി സായുധ പോരാട്ടം നടത്തി അവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തി. അതുമാത്രമല്ല, റോഹിംഗ്യൻ മേഖലയിലും മഹാഭൂരിപക്ഷവും മുസ്ലിമുകളാണ്.
അതുകൊണ്ട് അവിടെയുള്ള ബുദ്ധമതക്കാരെ തല്ലിയും കൊന്നും വെടിവെച്ചും ഓടിക്കുക എന്നതായിരുന്നു ഈ അർസ എന്ന് പറയുന്ന അരക്കൻ റോഹിംഗ്യൻ സാൽവേഷൻ ആർമിയുടെ പണി. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു, ഒരു ദിവസം ഇവർ പോയിട്ട് അവിടെയുള്ള റഖൈൻ മേഖലയിലുള്ള പോലീസ് പട്ടാള പോസ്റ്റുകൾ ആക്രമിച്ചു. കുറേ പട്ടാളക്കാർ പോലീസുകാർ കൊല്ലപ്പെട്ടു. സൈന്യം തിരിച്ചടിച്ചു എന്ന് മാത്രമല്ല, അവിടെയുള്ള ബുദ്ധമതക്കാരായ ആളുകൾ സംഘടിച്ച് മറ്റൊരു സായുധ സേന ഉണ്ടാക്കി. അതാണ് അരക്കൻ ആർമി. അങ്ങനെ പട്ടാളവും അരക്കൻ ആർമിയും തമ്മിൽ ചേർന്ന് ഇവർക്ക് നേരെ പ്രത്യാക്രമണം നടത്തി. കൊടുത്ത് മേടിച്ചതാണ്, ചെറുത് കൊടുത്ത് വലുത് മേടിച്ചു. അവസാനം സർക്കാർ അങ്ങോട്ട് തീരുമാനിച്ചു, 1982 മ്യാൻമർ സർക്കാർ തീരുമാനിച്ചു, ഈ റോഹിംഗ്യൻസ് ഞങ്ങളുടെ പൗരന്മാരല്ല, മ്യാൻമർ പൗരന്മാരല്ല എന്ന് പ്രഖ്യാപിച്ച് അവർക്ക് എന്തായി, അവരെ കുടിയേറ്റക്കാരാക്കി, അവർക്ക് സ്വതന്ത്രമായി യാത്ര ചെയ്യാനുള്ള അവകാശം നിഷേധിച്ചു, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നിഷേധിച്ചു, സർക്കാർ ജോലിയില്ല, എന്തിന് കല്യാണം കഴിക്കാൻ വരെ സർക്കാരിൻ്റെ അനുമതി തേടണമെന്നായി. കൊടുത്തു വാങ്ങിച്ചതാണ്. അങ്ങനെ ഇവരുടെ ആക്രമണം ഉണ്ടായപ്പോൾ അഷിൻ വിരാതു എന്ന് പറയുന്നൊരു ബുദ്ധ സന്യാസിയുണ്ട്. ബുദ്ധന്മാരെ നമുക്കറിയാമല്ലോ, ഒന്നിനും പോവാതെ അഹിംസാവാദികളാണ്. ഈ അഷിൻ വിരാതുവിൻ്റെ മാ ബാ താ മൂവ്മെൻറ്റ് എന്നൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, റോഹിംഗ്യൻസിൻ്റെ ആക്രമണം ചെറുക്കണം, ബുദ്ധമതക്കാരെ കൊന്ന് ഈ രാജ്യത്ത് ഇസ്ലാമിക ഭരണം ഉണ്ടാക്കാനാണ് റഖൈനിലെ റോഹിംഗ്യൻസ് തീരുമാനിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ചെറുക്കണം എന്നുകൂടി പറഞ്ഞപ്പോഴാണ് അരക്കൻ ആർമി പോലെയുള്ള സായുധ ഗ്രൂപ്പുകൾ ഉണ്ടായത്. അതേ തുടർന്ന് 2013 ടൈം മാഗസിൻ ഉണ്ടല്ലോ, അമേരിക്കൻ ഇറങ്ങുന്ന ടൈം മാഗസിൻ, ഈ അഷിൻ വിരാതു എന്ന് പറയുന്ന ബുദ്ധസന്യാസിയുടെ ചിത്രം കവറിൽ അച്ചടിച്ചു. എന്നിട്ട് പറഞ്ഞു, ബുദ്ധമതത്തിലെ ഒസാമ ബിൻ ലാദനാണെന്ന് ഉള്ള വിശേഷണത്തോടു കൂടിയാണ് ഈ ചിത്രം പ്രസിദ്ധീകരിച്ചത്. പക്ഷേ നോക്കൂ, ബുദ്ധമതക്കാരൻ തോക്കെടുത്ത് റോഹിംഗ്യൻ മുസ്ലിങ്ങളെ തിരിച്ചാക്രമിക്കണം എങ്കിൽ ഇവർ എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് റോഹിംഗ്യൻസിൻ്റെ ചരിത്രം. അപ്പോൾ ഇതേക്കുറിച്ച് അഷിൻ വിരാതു പറഞ്ഞ പ്രശസ്തമായൊരു കോട്ടിംഗ് ഉണ്ട്, നമുക്ക് സ്നേഹം കരുണ ഒക്കെ ഉണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ബുദ്ധമത സന്യാസിയല്ലേ, നിങ്ങളിങ്ങനെ ആയുധമെടുത്ത് പോരാടാമോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, നമുക്ക് സ്നേഹവും കരുണയും അനുകമ്പയും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു പേപ്പട്ടിയുടെ കൂടെ ഭ്രാന്തൻ നായയുടെ കൂടെ കിടന്നുറങ്ങാൻ പറ്റുമോ? നിങ്ങൾക്ക് ഭയങ്കര സ്നേഹം, വലിയ അനുകമ്പ, ദീനാനുകമ്പ, കരുണ ഒക്കെ ഉള്ള ആളാ എന്ന് പറഞ്ഞിട്ട് വഴിയെ പോകുന്ന പേപ്പട്ടിയെ പോയി കെട്ടിപ്പിടിച്ചാൽ, അവൻ കിടക്കുന്നിടത്ത് പോയി കിടന്നാൽ അത് നിങ്ങളെ കടിച്ചു കീറി കൊല്ലും. അതുകൊണ്ട് പേപ്പട്ടിയുടെ കൂടെ കിടക്കുന്ന പരിപാടിയില്ല, ബുദ്ധമത അനുയായിയൊക്കെയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ റഖൈൻ മേഖലയിൽ നിന്ന് ഓടിപ്പോയവരാണ് ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ. അതിൽ 10 ലക്ഷം പേർ ബംഗ്ലാദേശിലേക്ക് ഓടി വന്നു. മ്യാൻമർ പറയുന്നത് ഇവരൊക്കെ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശികളാണ്. അവർ അവിടുന്ന് കുടിയേറി അതിർത്തി ഭേദിച്ച് ഞങ്ങളുടെ റഖൈൻ മേഖലയിൽ വന്ന് താമസിച്ച് അവിടെ ഭൂരിപക്ഷമാക്കാൻ ശ്രമിച്ചതാണ്. അത് നടപ്പില്ല, ബംഗ്ലാദേശി പൊക്കോട്ടെ എന്ന് പറഞ്ഞ് ബംഗ്ലാദേശിലേക്ക് ഇവരെ തള്ളിവിട്ടു. 10 ലക്ഷം പേർ അവിടെ ക്യാമ്പ് കിടക്കുന്നുണ്ട്. അതിൽ കുറേ ആളുകൾ, ഐക്യരാഷ്ട്രസഭയുടെ ഒരു മനുഷ്യാവകാശ ഏജൻസി ഉണ്ട്, അവർ പറയുന്നത് 40,000 പേർ ഇന്ത്യയിലുണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ 20,000 പേരെ മറ്റോ UN അഭയാർത്ഥി സംഘടനയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർ ജമ്മു കാശ്മീരിലുണ്ട്, പിന്നെ ഹരിയാനയിലെ മേവാത്ത് നൂഹ് മേഖലയിലുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്ത്, പശ്ചിമ ബംഗാളിൽ, ആസാമിൽ, മണിപ്പൂരിലും മിസോറാമിലൊക്കെ ഉണ്ട്. എന്തിന് നമ്മുടെ കേരളത്തിലും ഉണ്ട്. അവിടെ വന്നിട്ട് ഇവിടെ വന്ന് ബംഗാളിയാന്ന് പണിയെടുക്കുന്നതിൽ നല്ല ശതമാനം ഈ റോഹിംഗ്യൻസ് ആണ്. എന്ത് ക്രൂരതയും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ആളുകൾ. അപ്പോൾ ഇന്ത്യ ഇവർക്ക് അഭയാർത്ഥികളായി ഇവരെ അംഗീകരിച്ചിട്ട് ഈ 10 ലക്ഷം പേരെ പറ്റുന്ന ബംഗ്ലാദേശിൽ നിന്ന് മേടിച്ചിട്ട് ഇന്ത്യയിൽ താമസിപ്പിക്കണമെന്ന് വാദിക്കുന്ന പുരോഗമനവാദികൾ, മതേതരവാദികൾ ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യ പറയുന്നത്, നമ്മൾ 1951 UN ഐക്യരാഷ്ട്ര സഭയുടെ അഭയാർത്ഥി കൺവെൻഷനിൽ ഒപ്പുവെക്കാത്ത രാജ്യമായതുകൊണ്ട് നമുക്ക് ഇവരെ സ്വീകരിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ സ്വീകരിക്കാത്തത്. സ്വീകരിച്ച് കഴിഞ്ഞാലത്തെ അവസ്ഥ ഇപ്പോൾ ഉള്ളതിനെ കൊണ്ട് സഹിക്കുന്നില്ല. അപ്പോഴാണ് 10 ലക്ഷം കൂടി വന്ന നുഴഞ്ഞുകയറ്റക്കാർ ബംഗ്ലാദേശിൽ നിന്ന് അത്രമാത്രം ഇവിടെയുണ്ട്. അതുകൊണ്ട് നമ്മളത് സ്വീകരിക്കുന്നില്ല എന്ന നിലപാടെടുത്തിരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ബോട്ടിൽ കയറിയൊക്കെ വേറെ രാജ്യങ്ങളിലേക്ക് പോകും. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ റഖൈൻ മേഖല ഇപ്പോൾ അരക്കൻ ആർമിയുടെ കയ്യിലാണ്. അരക്കൻ ആർമിയോട് നമുക്കൊരു മമതയൊക്കെ ഉണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങ് അയച്ചു കൊടുത്തിരുന്നു പണ്ട്, ഒരു കപ്പൽ നിറയെ. നമ്മുടെ കപ്പൽ നിറയുള്ള ഉരുളക്കിഴങ്ങ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിറ്റേ ആഴ്ച മുതൽ അരക്കൻ ആർമിയുടെ യൂണിഫോം മാറി, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് വന്നു, നല്ല മിലിറ്ററി ബൂട്ടുകൾ വന്നു. അതുവരെ വള്ളിച്ചെരുപ്പിട്ട് നടന്നത്.
ഏതായാലും അരക്കൻ ആർമി റഖൈൻ മേഖല പിടിച്ചെടുത്തു. റഖൈൻ മേഖല നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെയാണ് സിദ്വേ തുറമുഖമുള്ളത്. ഈ സിദ്വേ തുറമുഖത്തെ കൊൽക്കത്തയുമായി ബന്ധിപ്പിക്കുന്ന കലാദാൻ മൾട്ടി മോഡൽ ട്രാൻസിസ്റ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് ഉണ്ട്. നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുക. അരക്കൻ ആർമി അതിന് പൂർണ്ണ സഹായമാണ്. ഇത് നമ്മുടെ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്ന ചിക്കൻ നെക്കിനും ബദലാണ്. ചിക്കൻ നെക്ക് ഏതെങ്കിലും തരത്തിൽ അടയ്ക്കാനൊക്കെ അവർക്ക് താല്പര്യമുണ്ട്. ആര് വിചാരിച്ചാലും അടയ്ക്കാനൊന്നും പോകുന്നില്ല. നമ്മളവിടെ ബ്രഹ്മോസ് ഉൾപ്പെടെ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. 22 കിലോമീറ്ററുള്ള ഇതടച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്താം എന്ന് സ്വപ്നം കാണുന്ന ബംഗ്ലാദേശികളുണ്ട്. അത് സ്വപ്നം മാത്രമാണ്. പക്ഷേ നമ്മൾ ബദൽ മാർഗ്ഗങ്ങൾ ഒരുപാട് കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് കലാദാൻ ഈ പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റ് കടന്നു പോകുന്ന റഖൈനിലൂടെയാണ്. അതുകൊണ്ട് റഖൈനിൽ അരക്കൻ ആർമി ഉണ്ടാവുന്നത് നമുക്ക് പെരുത്തിഷ്ടമാണ്. അപ്പോൾ അവിടുന്ന് റോഹിംഗ്യൻസ് പോകുന്നതിനോട് നമുക്കപ്പോൾ സ്വാഭാവികമായും താല്പര്യം ഉണ്ടാവും. ഇനി അങ്ങനെ പോകുന്നവരെ നമ്മൾ സ്വീകരിക്കണോ? നോക്കൂ, ഗാസ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കരയുന്നുണ്ട്. നേരത്തെ ആദ്യം പറഞ്ഞ പോലെ കുഞ്ഞുങ്ങൾ, ഗർഭിണികൾ, സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞ് ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടി കരയുന്നുണ്ട്. അറബ് രാജ്യങ്ങൾ കരയുന്നുണ്ട്, ഗൾഫ് രാജ്യങ്ങൾ കരയുന്നുണ്ട്. റോഹിംഗ്യൻസിനെ കുറിച്ച് ഇവരാരും മിണ്ടുന്നില്ല. എന്താണെന്നറിയോ? അവർ മിണ്ടിയ ചോദ്യം വരും, അല്ല മുസ്ലിങ്ങളല്ലേ, എന്നാൽ പിന്നെ ഗൾഫ് നാടുകൾക്ക് സ്വീകരിച്ചുകൂടെ? ഗൾഫ് നാടുകളിലാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ശരിയല്ലേ? മഹാഭൂരിപക്ഷം പ്രദേശവും മരുഭൂമിയാണ്. മാത്രമല്ല അവർക്ക് ഒരുപാട് മാൻ പവറും ആവശ്യമുണ്ട്, തൊഴിലാളികളെ ആവശ്യമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ റോഹിംഗ്യൻസിനെ അങ്ങോട്ട് സ്വീകരിച്ചാൽ അവിടെ താമസിക്കാൻ ആളുമായി, പണിക്ക് പണിയുമായി. അതാണ് പ്രശ്നം. പണിക്ക് പണിയാവും, നല്ല പണിയാവും ഇവന്മാരെ സ്വീകരിച്ചാലെന്ന് അറബ് രാജ്യങ്ങൾക്കറിയാം, സൗദിക്കറിയാം, ദുബായിക്കറിയാം, UAEക്കറിയാം, ബഹ്റിനറിയാം, എല്ലാ രാജ്യങ്ങൾക്കും അറിയാം. അതുകൊണ്ട് നോ കമൻറ്റ്. അങ്ങനെ ഒരു വിഭാഗമുള്ളതായിട്ട് പരിഗണിക്കുന്നതില്ല, കണക്കാക്കുന്നതില്ല ഗൾഫ് രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ. അപ്പോഴാണ് ഇന്ത്യ ഇവരെ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചില ആളുകൾ സുപ്രീം കോടതിയിലൊക്കെ പോകുന്നത്. സുപ്രീം കോടതി പറഞ്ഞാൽ അതൊക്കെ ഇന്ത്യ സർക്കാർ തീരുമാനിച്ചോളും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ചിലർ പറഞ്ഞു എന്നാൽ പിന്നെ ഇവരുടെ കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ സമ്മതിക്കണം. അപ്പോൾ സുപ്രീം കോടതിക്ക് ആദ്യം തോന്നി ശരിയാണല്ലോ, കുഞ്ഞുങ്ങളല്ലേ, പഠിക്കട്ടെ. അത് കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അതിനകത്തൊരു കെണിയുണ്ടല്ലോ, സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും? അവർ വിദ്യാർത്ഥികളാണ്, വിദ്യാർത്ഥികൾക്ക് ആനുകൂല്യം വേണം, അവർക്ക് താമസിക്കാൻ വീട് വേണം, എന്തൊക്കെ പറഞ്ഞ് ബാക്കി അവകാശങ്ങൾ തന്നെ വരും. അതുകൊണ്ട് തൽക്കാലം പള്ളിക്കൂടത്തിൽ ചേർക്കുന്ന കാര്യം ഇപ്പോൾ ആലോചിക്കേണ്ട എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അപ്പോൾ ഇത് വലിയ കൊടിയ മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് പറഞ്ഞ് കണ്ണീരൊഴുക്കുന്ന ചേട്ടന്മാരും ഒക്കെയുണ്ട്. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ചേട്ടന്മാരും ചേച്ചിമാരുമാണ് ഈ നിലവിളിക്കാർ. അവരങ്ങനെ നിലവിളിക്കട്ടെ. ഏതായാലും ഈ ബോട്ട് മുങ്ങി എന്ന് പറയുന്നത് ഒരു ഡ്രാമയാണ്. കാരണം ഒരു തെളിവുമില്ല, ബോട്ടിൻ്റെ അവശിഷ്ടം കിട്ടിയിട്ടില്ല, ആരുടെയും ബോഡി കിട്ടിയിട്ടില്ല, എന്ന് മുങ്ങി എന്നറിയില്ല, എന്ന് പുറപ്പെട്ടു എന്നറിയില്ല. പെട്ടെന്നൊരു വാർത്ത വന്നിരിക്കുന്നു, 2 ബോട്ട് മുങ്ങി 500ഓളം ആളുകൾ പൊലിഞ്ഞുപോയി. എന്തെങ്കിലും രേഖ, ഏതെങ്കിലും ചിത്രം, എന്നാണെന്തെങ്കിലും പറയാമോ? ഒരിടത്തുമില്ല. ആരോ പറഞ്ഞു, ആരോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. മലയാള മനോരമ 1-ാം പേജിൽ 6 വാർത്ത കൊടുത്തു. മുതലാളിമാരുടെ ഇഷ്ടമാണല്ലോ, വാർത്ത കൊടുത്തു. ഇതെന്താണെന്നൊരു നറേറ്റീവ് ഉണ്ടാക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയത്, എന്നോടൊരാൾ പറഞ്ഞു സുപ്രീം കോടതിയിൽ റോഹിംഗ്യൻസിൻ്റെ കേസ് അടുത്തിടയ്ക്ക് വീണ്ടും വരാൻ പോവുക. അവർക്ക് ഇന്ത്യ അഭയം കൊടുക്കണം, ഇന്ത്യ മനുഷ്യാവകാശ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറയുന്ന കേസ് വീണ്ടും വരും ദിവസങ്ങളിൽ ലിസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് ഒരു മാധ്യമങ്ങളിലൂടെ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യണം. പാവങ്ങളാണ് കേട്ടോ, ഒരു രക്ഷയുമില്ല, വള്ളം പിടിച്ചും ബോട്ട് പിടിച്ചും കൊടുങ്കാറ്റിനും ഈ കടലിലേക്ക് അതിജീവിച്ച് പോകുന്നവരെ എവിടെങ്കിലും ഒന്ന് തലചായ്ക്കാൻ ഇത്തിരി സ്ഥലം കൊടുത്തുകൂടെ എന്ന് ആളുകൾക്കൊരു തോന്നലുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി വിടുന്ന ഒരു നറേറ്റീവാണ്, വ്യാജ വാർത്തയാണ് എന്ന് പറയുന്ന ആളുകളുമുണ്ട്. ഏതായാലും സംഗതി ശരിയാണ്. ഇപ്പോൾ അത്യാവശ്യം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ റോഹിംഗ്യൻസിൻ്റെ ഈ ദുരനുഭവം വാർത്തയായി വന്നിട്ടുണ്ട്, ചർച്ചയാവും. ഇനി കണ്ണീരൊഴുക്കും, ചർച്ചകൾ അടുപ്പുകൂട്ടി ചർച്ച വരും, അന്തിച്ചർച്ചകൾ വരും. അപ്പോൾ സുപ്രീം കോടതിയൊക്കെ ഒന്ന് സ്വാധീനിക്കാൻ കഴിയുമോ എന്നുള്ള ആലോചനയുടെ ഭാഗം കൂടിയാണോ ഇത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല. അങ്ങനെയും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ഒരു ഈക്കോ സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇക്കൂട്ടർ. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ അത് ചെയ്യണേ.